നെക്സ്റ്റ് സൽമാൻ റുഷ്ദിയുടെ ഇമാജിനറി ഹോംലാൻഡ്സ് എന്നുള്ള എസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത് പേജ് നമ്പർ 222 ഗൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എല്ലാം ഇന്ത്യൻ ബോൺ നോവലിസ്റ്റ് ആണ്. 1981 നോവലായിട്ടുള്ള മിഡ് നൈറ്റ് ചിൽഡ്രന് ബുക്കർ പ്രൈസും ബെസ്റ്റ് ഓഫ് ദ ബുക്കർ പ്രൈസും ബുക്കേഴ്സ് ബുക്കറൊക്കെ കിട്ടിയിട്ടുണ്ട്. 1981 നോവലാണ്, അതിൻ്റെ ആ ഒരു ഇയർ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കൂടുതലായിട്ടുള്ളത് ഫിക്ഷൻ പ്ലസ് ഹിസ്റ്ററി അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം, അതായത് ഫാൻറ്റസി പോലത്തുള്ള ഐറ്റംസ്. പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള ഈ തീംസാണ് ഇതിനകത്തുള്ളത്. കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, ഈ കുറേ തീംസ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് 4th നോവലായിട്ടുള്ള സൈറ്റാനിക് വേഴ്സസ് ആണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് ഡെത്ത് ത്രെറ്റ്സ് ഒക്കെ എന്താ പറയുക കിട്ടിയിട്ടുണ്ട് ഈ ഒരു വർക്കിനകത്ത്. മുഹമ്മദിനെ കുറിച്ചൊക്കെ, അതായത് മുസ്ലിംസിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇയാൾക്ക് കുറേ ഡെത്ത് ത്രെറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൺട്രി വിട്ട് പോകേണ്ട അവസ്ഥയൊക്കെ ആയി. അദ്ദേഹം ഇപ്പോൾ വേറെ കൺട്രിയിലാണ് ജീവിക്കുന്നത്. പിന്നെ സൈറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, റിലീജിയസ് അല്ലെങ്കിൽ ഒരു അൺഹോളി ആയിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് ഇവർ കാണുന്നത് കേട്ടോ. പിന്നെ ഇന്ത്യ ആയിരുന്നു ഫസ്റ്റ് ബാൻ ചെയ്ത്, പിന്നീട് പാകിസ്ഥാൻ ബാൻ ചെയ്തു, വേറെ അത് മുസ്ലിം കൺട്രീസും സൗത്ത് ആഫ്രിക്കയൊക്കെ ബാൻ ചെയ്തൊരു ബുക്കാണിത്. ആൻഡ് പക്ഷേ ആ നോവൽ ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിനുശേഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് എ പഠിക്കാനുള്ള ഇമാജിനറി ഹോംലാൻഡ്സ് എസ്സേസ് ആൻഡ് ക്രിറ്റിസിസം എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്. അതിനകത്ത് 74 എസ്സേസ് ആണുള്ളത്. കൊളോണിയലിസം, സോഷ്യലിസം, മൈഗ്രേഷൻ, മോഡേണിസം എന്നിവയുള്ള കാര്യങ്ങൾ, ഈ ഒരു തീംസാണ് അതിൽ ഡീൽ ചെയ്യുന്നത്, ആ ബുക്ക് ഡീൽ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേൾഡ് പൊളിറ്റിക്സ് വ്യൂ എന്താണ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വ്യൂ എന്താണെന്നുള്ളതും ആസ് എ മൈഗ്രൻറ്റ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ കൺട്രി അദ്ദേഹം എന്തുമാത്രം എന്താ പറയുക മിസ് ചെയ്യുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനകത്ത് സംസാരിക്കുന്നത് കേട്ടോ. ചൈൽഡ്ഹുഡ് പീരീഡിലെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ച് പോകുന്നത്. പീപ്പിൾ ഹൂം ഹീ ഹേറ്റഡ്, അതുപോലെ തന്നെ പീപ്പിൾ ഹൂം ഹീ ലവ്ഡ്, അതൊക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഗ്രീക്ക് മിത്തോളജിയിൽ മൗണ്ട് ഒളിമ്പസ് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ട് ഒളിമ്പസിൽ എന്ന് പറയുന്നത് അവിടെയാണ് ഗ്രീക്ക് പോയറ്റ്സ് ആയിട്ടുള്ള 9 മ്യൂസസ് ഓഫ് ഫൈൻ ആർട്സ് അവിടെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൈലാസത്തിൽ ശിവൻ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ മൗണ്ട് ഒളിമ്പസിലാണ് അവരുടെ ഗ്രീക്ക് പോയറ്റ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് 9 മ്യൂസസ് ഉണ്ട്. അതായത് ഓരോ ആർട്ടിനും ഓരോ ഗോഡ്സ് ഉണ്ട്, ഈക്വലൻ ടു ഗോഡ്സ് ആണ്. ആ 9 മ്യൂസസ് അവിടെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് മൗണ്ട് ഒളിമ്പസ്. സൽമാൻ റുഷ്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ റൈറ്റേഴ്സിന് ഒരിക്കലും ആ ഒരു മൗണ്ട് ഒളിമ്പസിൻ്റെ ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അതായത് അവർ ചെയ്യുന്ന വർക്കിൽ ഒരിക്കലും അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അവർക്ക് ഒരിക്കലും അഡോൺ ചെയ്തിരിക്കാൻ പറ്റില്ല എന്നാണ് ആര് പറയുന്നത്, സൽമാൻ റുഷ്ദി പറയുന്നത്. ആൻഡ് ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വേൾഡിനെയും നമ്മുടെ ഡെയിലി ലൈഫിനെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും മനസ്സിലാക്കി എടുക്കാനും പെർസീവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഫ്രീഡത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ദെൻ സമ്മറി നോക്കാം, പേജ് നമ്പർ 224. റുഷ്ദി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന എസ്സേ, അദ്ദേഹത്തിൻ്റെ ഒരു ഓൾഡ് ഫോട്ടോഗ്രാഫ് അദ്ദേഹം കാണുവാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലെ വോളിൽ അത് ഹാങ് ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫിനകത്തുള്ളത് അദ്ദേഹത്തിൻ്റെ പഴയ ബോംബെയിലുള്ള പഴയ വീടാണ്. അദ്ദേഹം അവിടെ ജനിച്ചതാണ്, ബോംബെയിലാണ് ജനിച്ചതും ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്ത് അവിടെയാണ്. അപ്പോൾ ആ ബോംബെയിലെ വീടിൻ്റെ ഫോട്ടോ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഫോട്ടോഗ്രാഫ് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു നോവലിൽ ഒരു ലൈൻ ഓർമ്മ വന്നു. പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കൺട്രി ആണെന്നും ഫോറിൻ കൺട്രിയിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ് ആണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നതെന്നും ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. ആ ഒരു ലൈൻ അദ്ദേഹം പറയുവാണ്, ഏതൊരു ബുക്കിലൊരു ലൈനാണ്. അപ്പോൾ സൽമാൻ റുഷ്ദി പറയുവാണ്, അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ചെയ്യണം. ഈ ഒരു കോട്ട് പാസ്റ്റ് അല്ല ഫോറിൻ കൺട്രി, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രസന്റ് ആണ് ഫോറിൻ കൺട്രി. അതായത് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ഒരു ഫോറിൻ കൺട്രിയിലാണല്ലോ. സോ അക്കോർഡിംഗ് ടു മീ എന്ന് പറയുന്നത് എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹോമാണ്, അത് ഡിഫറെൻ്റ് അല്ല, അത് സ്ട്രേഞ്ച് അല്ല. എൻ്റെ ലോസ്റ്റ് ഹോമാണ് എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോസ്റ്റ് സിറ്റിയാണ് അല്ലെങ്കിൽ ലോസ്റ്റ് ടൈമാണ് എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ പ്രസന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഡിഫറെൻ്റ് അല്ലെങ്കിൽ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ ആയിട്ട് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോംബെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ലോസ്റ്റ് ഹോം അല്ലെങ്കിൽ ലോസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ലോസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഒരുപാട് നാളായി അവിടെ വിസിറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ടെലിഫോൺ ഡയറക്ടറി അങ്ങനെ അടുത്ത് എന്താണ്, ഹീസ് ഗോയിങ് ത്രൂ ഹിസ് ടെലിഫോൺ ഡയറക്ടറിക്കകത്ത് എന്താണുള്ളത്, പഴയ ടെലിഫോൺ നമ്പേഴ്സ് എല്ലാം കാണുമല്ലേ. അപ്പോൾ അതിനകത്ത് വെച്ച് നോക്കുമ്പോൾ അയാൾ വളരെ സർപ്രൈസ് ആയിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരും അഡ്രസ്സും നമ്പറും എല്ലാം ഈ ഒരു ടെലിഫോൺ ഡയറക്ടറിക്കകത്ത് ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നി. ആൻഡ് ഈ ഒരു ഡിസ്കവറി, ഇതിലൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഡിസ്കവറി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ഡിസ്കവറി ആണല്ലോ ഫാദറിൻ്റെ ഫോൺ നമ്പർ, അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഹൗസിലെ ഫോൺ നമ്പർ ഈ ഒരു ഡയറക്ടറിക്കകത്ത് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊരു സൈൻ ആയിട്ട് തോന്നി. അതായത് അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിന് ഇപ്പോഴും അദ്ദേഹത്തിലൊരു ക്ലെയിം ഉണ്ട്, അതാണ് കാണിക്കുന്നത്. ആൻഡ് ഇത് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയുമായിട്ടും അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈനാണിത്. അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയില്ല, അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ രാജ്യവും ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പഴയ ഓൾഡ് ഹൗസ് അല്ലെങ്കിൽ ഓൾഡ് സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറിനിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് അദ്ദേഹം താമസിച്ച് വരുവാണ്. സോ ഹീസ് ബീൻ നൊസ്റ്റാൾജിക് ടുവേർഡ്സ് ഹിസ് ഓൾഡ് ഹോം ലാൻഡ്, ഓക്കെ, ഓർ ഹിസ് ഓൾഡ് ഹൗസ് മെമ്മറീസ് ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണിത്. ആൻഡ് ദെൻ when he went next to visit the house of his childhood, the one in the photograph mentioned previously, he was met by an overwhelming experience. അതായത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ചൈൽഡ്ഹുഡ് ഹൗസ് വിസിറ്റ് ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫിൽ കണ്ട പോലത്തുള്ള ആ ഒരു വീട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം എക്സ്ട്രീം ആയിട്ട് ഹാപ്പിനെസ് തോന്നി. ആൻഡ്
ഫോട്ടോഗ്രാഫ്സിലൂടെ മാത്രമാണ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന്റെ മെമ്മറീസിന് ഇപ്പം, അതായത് അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകൾ, പഴയ വീട്, പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ എപ്പോഴും എലൈവായിട്ട് വെച്ചേക്കുന്നത് ഒൺലി ത്രൂ ദി ഹെൽപ്പ് ഓഫ് ദിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സ്. ഈ ഫോട്ടോഗ്രാഫ്സ് മാത്രമാണ് ഇപ്പോൾ ഓൾഡ് ലോങ് ലോസ്റ്റ് ടൈമിനെ കുറിച്ചും സിറ്റിയെക്കുറിച്ചും ഹൗസിനെ കുറിച്ചുള്ള ഏക പ്രൂഫ് എന്ന് പറയുന്നത്. മെമ്മറീസ് കീപ്പ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറീസ് എലൈവ് ആക്കാൻ ആകെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഫോട്ടോഗ്രാഫ്സിലൂടെ മാത്രം കണ്ടുകൊണ്ടിരുന്ന സംഭവം അദ്ദേഹം റിയൽ ആയിട്ട് കാണുക, ആൻഡ് ദാറ്റ് ടു ഇൻ ലിവിങ് കളേഴ്സ്. അപ്പോൾ ആ ഒരു കാര്യമാണ്, അതായത് ഫോട്ടോയിൽ കണ്ടിട്ട് നേരിട്ട് പോയി ബോംബെയിൽ ഹൗസിന്റെ മുമ്പിൽ നിന്നപ്പോൾ എന്താണ് ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഫ്രഷ് കളേഴ്സിൽ അല്ലെങ്കിൽ ലിവിങ് കളേഴ്സിൽ അദ്ദേഹം ഇപ്പോൾ നേരിട്ട് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഋഷി പറയുവാണ്, ഈ ഒരു മൊമെന്റിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള മിഡ് നൈറ്റ് ചിൽഡ്രനിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിലാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് അദ്ദേഹം മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള നോവൽ എഴുതിയത്. ആൻഡ് അദ്ദേഹത്തിന്റെ പാസ്റ്റ് അദ്ദേഹത്തിന് റീസ്റ്റോർ ചെയ്യണം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല, ഒരു ഗ്രാൻഡ് ആയിട്ട് വളരെ കളർഫുൾ ആയിട്ട് ഒരു ലൈക്ക് എ മൂവി പോലെ മൂവി പോലെ പ്രസന്റ് ചെയ്യണം ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ. സോ ആ ഒരു ഡിസയറിൽ നിന്നാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള നോവല് ബോൺ ആയത്. സിറ്റി ഓഫ് ബോംബെ എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു 7 ഐലൻഡ്സിന്റെ ഗ്രൂപ്പായിരുന്നു. 19th സെഞ്ചുറി ആയപ്പോൾ ഈ ഐലൻഡ്സ് എല്ലാം കൂടി മേർജ് ചെയ്ത് ഒരു സിംഗിൾ ലാൻഡ് ആയിട്ട് മാറി, ആൻഡ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സൂപ്പർവിഷനിൽ. സോ പിന്നെ അതാണ് ബോംബെ എന്നുള്ള വലിയ നഗരമായി മാറിയത്. അദ്ദേഹം എന്നിട്ട് പറയുവാണ്, ഇന്ത്യയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറയുവാണ് വളരെ ട്രൂ ആയിട്ട്, ഇമാജിനേറ്റീവ്ലി ട്രൂ എന്നാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വളരെ ട്രൂ ആയിട്ടും പക്ഷേ കുറച്ച് ഫിക്ഷണലായിട്ടും അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ഇമാജിനേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് സംശയിക്കാനും നമുക്ക് സംശയവും വരും, നമുക്ക് റെസ്പെക്ട് ചെയ്യാനും തോന്നും. അതായത് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ ബുക്കിനകത്ത്. അതുകൊണ്ടാണ് ഇദ്ദേഹം മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള നോവലിനകത്ത് അദ്ദേഹത്തിന്റെ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ നറേറ്റർ ആയിട്ടുള്ള സലീം എന്നുള്ള ആളെ ഒരു വിശ്വസിക്കാനാവാത്ത നറേറ്ററായിട്ട് ഡെപ്പിക്ട് ചെയ്ത്, അൺറിലയബിൾ. അതായത് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഫാക്റ്റും ഉണ്ട് ഫിക്ഷനും ഉണ്ട്. സോ അങ്ങനെയുള്ള ഇമാജിനേറ്റീവ് ട്രൂത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം ചൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്നുള്ള നോവലിനകത്ത് മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് സലീം സിനായി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ സലീമിന്റെ ശരിക്കും പറഞ്ഞാൽ സലീം എന്ന് പറഞ്ഞ സാധാരണ നോവലിനകത്ത് നമ്മൾ എങ്ങനെ നറേറ്ററിന്റെ ജോലി എന്താണ്, വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് നോവൽ റീഡേഴ്സ് മനസ്സിലാക്കുന്നത് നറേറ്ററിന്റെ നറേഷനിലൂടെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരിക്കലും നറേറ്ററിനെ വിശ്വസിച്ച് കഥ മുമ്പോട്ട് പോയി നമുക്ക് വായിക്കാൻ സാധിക്കുകയില്ല. ഒരു അൺറിലയബിൾ ആയിട്ടുള്ള നറേറ്ററായിട്ടാണ്, അതായത് വിശ്വസിക്കാൻ പറ്റാത്ത. അപ്പോൾ അൺറിലയബിൾ ആയിട്ടുള്ള നറേറ്ററിനെ എന്തിനാണ് ചൂസ് ചെയ്ത്? കാരണം അവിടെ ഇന്ററപ്ഷൻ, ബ്രേക്സ് വരും. നമ്മൾ തന്നെ കുറച്ച് ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്, ഇവാലുവേറ്റ് ചെയ്യും കാര്യങ്ങൾ അല്ലേ, ഒരു കോയിൻസൈഡ് ഒരു എന്താ പറയുക കോയിൻസിഡൻസ് കാണത്തില്ല. ഇയാൾ പറയുന്ന കാര്യങ്ങളും ഇയാളുടെ ഒപ്പീനിയൻസും നടക്കുന്ന കാര്യങ്ങളും തമ്മിലൊരു എന്താ പറയുക ഒരു ചേർച്ച കാണത്തില്ല, കണക്ഷൻ കാണത്തില്ല. ആൻഡ് ഇതെല്ലാം മനഃപൂർവ്വം ഓതർ റീഡറിന്റെ അടുത്തോട്ട് മനഃപൂർവ്വം ചെയ്താണ്. കാരണം എന്താ, റീഡേഴ്സിനെ അലേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. കാരണം സലീം ഇന്നൊരു കാര്യം പറയുവാണെങ്കിൽ നാളെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഒരു ചേർച്ചയില്ല. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞാൽ. സോ വെറുതെ അങ്ങ് വായിച്ചു പോവാതെ ഒരു റീഡറിനെയും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്, ക്രിട്ടിക്കലായിട്ട് റീഡറിനെയും കൂടി ഒരു അലേർട്ട് ചെയ്യുവാണ് നമ്മുടെ റൈറ്റർ. ആൻഡ് സൽമാൻ റുഷ്ദി പിന്നീട് പോകുന്നതെന്ന് വെച്ചാൽ മിഡ് നൈറ്റ് ചിൽഡ്രനെതിരെയുള്ള ക്രിറ്റിസിസത്തിനോട്ട് പോവാണ്, അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുവാണ്. ഈ ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് നെഗറ്റീവ് ഇമേജ് ആണ് പോർട്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ക്രിറ്റിസിസം പറയുന്നത്, ഓരോ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സൽമാൻ റുഷ്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നെഗറ്റീവ് ഒന്നും അല്ല ബുക്ക്. അതിന്റെ നറേറ്റർ ചിലപ്പം നറേറ്ററിന്റെ ഔട്ട്ലുക്കിലാണ് കഥ പറഞ്ഞു പോകുന്നത് അല്ലേ, ഓദറിന്റെ ഔട്ട്ലുക്കിലല്ല കഥ പറഞ്ഞു പോകുന്നത്. സോ വൈ ആർ യു പണിഷിംഗ് മീ, ജസ്റ്റ് പണിഷ് സലീം സിനായി ദി നറേറ്റർ പറഞ്ഞു പോവുകയാണ്. നറേറ്ററിന്റെ ഔട്ട്ലുക്കിലാണ് കഥ പറഞ്ഞു പോകുന്നത്, അല്ലാതെ ഓദറിന്റെ ഔട്ട്ലുക്കിലല്ല ഒരിക്കലും കഥ പറഞ്ഞു പോകുന്നത്. ആൻഡ് അദ്ദേഹം പറയുവാണ്, ഇദ്ദേഹത്തിന്റെ എയിം എന്തായിരുന്നു, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ബുക്കിന്റെ സ്റ്റൈലും ഈ ബുക്കിന്റെ കണ്ടന്റും തമ്മിലുള്ള അല്ലെങ്കിൽ നരേഷനും തമ്മിലൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡിസഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അത് മാത്രമായിരുന്നു നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ എയിം എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, സ്റ്റോറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇന്ത്യൻ ടാലന്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ആ ഒരു കൺട്രിയെ കുറിച്ചുള്ള കുറച്ച് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ നറേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറൻ്റ് ആണ്. സോ ആ ഒരു ഇന്ത്യ എന്നുള്ള രാജ്യത്തിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് പോലെ അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് വഴി കോർത്തിണക്കിയാണ് ഇന്ത്യയെക്കുറിച്ച് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ റുഷ്ദി ഓൾസോ വോൺസ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ. അടുത്തത് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ വോൺ ചെയ്യുവാണ്. അതായത് ഒരു നാരോ ആയിട്ട് എപ്പോഴും എഴുതാതെ കുറച്ച് വൈഡൻ ചെയ്ത് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്തൊന്ന് എഴുതാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ പറയുവാണ്, ഏത് ഓഡിയൻസിന് വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ളൊരു ബോധവും ഈ റൈറ്റേഴ്സിന്റെ മൈൻഡിൽ വേണം. ഇദ്ദേഹം പറയുവാണ്, ഞാനൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റീഡേഴ്സിന് വേണ്ടി മാത്രമല്ല എഴുതുന്നത്, എല്ലാ റീഡേഴ്സിനും കൂടി വായിക്കാവുന്ന രീതിയിലാണ് എഴുതുന്നത്. മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ്, ഇത്രയധികം അപ്രീസിയേഷൻ കിട്ടുമെന്ന് ഇയാൾ ഒരിക്കലും വിചാരിച്ചില്ല മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള വർക്കിന്. അത് വെസ്റ്റേൺ റീഡേഴ്സിനെയും കൂടി മുൻകൂട്ടി കണ്ട് എഴുതിയതുകൊണ്ടാണ് ഇത്രയധികം റീച്ച് എനിക്ക് കിട്ടിയതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു ബുക്കായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത അദ്ദേഹം പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള റാൽഫ് എലിസണിനെ കുറിച്ചാണ്. അദ്ദേഹം എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം എഴുതുന്നൊരു വർക്കാണ്. അതുകൊണ്ടാണ് അതായത് അദ്ദേഹത്തിന്റെ വർക്ക്സ് എഴുതി ഈ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടി മാത്രം എഴുതുന്നൊരു വർക്കാണ് റാൽഫ് എലിസണിന്റെ വർക്ക്സ്. ആൻഡ്
അതുപോലെ തന്നെ പക്ഷേ ഈ വർക്ക്സ് ഒക്കെ റീച്ചബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രോഡ് അപ്രോച്ചിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തീംസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ബ്രോഡായിട്ട് എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ കൺട്രിയിലുള്ളവർ മാത്രം വായിച്ചാൽ പോരാ, കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള, അതായത് വെസ്റ്റേൺ രീതിയിലും സ്റ്റൈലിലാണെങ്കിലും കണ്ടന്റിലാണെങ്കിലും കുറച്ച് വെസ്റ്റേണൈസ്ഡ് തീംസ് കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമുക്കത് വൈഡ് റീച്ച് കിട്ടുകയുള്ളൂ. ഓക്കെ. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ലിറ്റററി ട്രഡീഷൻ പോലെയല്ല നമ്മൾ എന്ത് ചെയ്യണം, ഇമിഗ്രന്റ് റൈറ്റേഴ്സിനെ പോലെ തന്നെ, അതായത് നമ്മുടെ സ്വിഫ്റ്റിനെ കുറിച്ച്, പിന്നെ ജോസഫ് കോൺറാഡിനെ കുറിച്ചും കാൾ മാർക്സിനെ കുറിച്ചൊക്കെ, അതായത് കാൾ മാർക്സ് എഴുതുന്ന പോലെയും അവരുടെ തീംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അങ്ങനെയും ഒക്കെ നമ്മൾ എഴുതിയാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ റീച്ച് കിട്ടും. ആ നോവൽ എന്ന് പറയുന്ന ഈ ഒരു ജോണറിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റൈറ്റിംഗ് നോവൽസ് എന്ന് പറയുന്നത് ഒരു റൈറ്ററിനെ ഇന്റർനാഷണൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററിനെ. ഇനി അദ്ദേഹം പറയുവാണ്, ഞാനിപ്പോൾ ഒരു മൈഗ്രൻ്റ് ആണ്, സോ ഞാൻ വേറൊരു കൺട്രിയിൽ ഇരുന്നുകൊണ്ടാണ് എഴുതുന്നത്. അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടൊരു ഫ്രീഡമാണ് ഞാനതിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഈ കൺട്രിയിലെയും പ്രെഡിസസേഴ്സിൻ്റെ സ്റ്റൈൽ എഴുതാം, എനിക്ക് എൻ്റെ കൺട്രിയിലെയും പ്രെഡിസസേഴ്സിൻ്റെ സ്റ്റൈൽ എഴുതാം, അല്ലേ? കാഫ്കയുടെ കണക്ക് എഴുതാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏഷ്യൻ റൈറ്റേഴ്സിൻ്റെ കണക്കും എനിക്ക് എഴുതാം. മൾട്ടിപ്പിൾ ലാംഗ്വേജസിലും മൾട്ടിപ്പിൾ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് തീമായിട്ട് വെച്ചെഴുതാം. ഇനി കൺക്ലൂഷൻ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡീൻസ് ഡിസംബർ എന്ന് പറഞ്ഞ് സോൾ ബെല്ലോ എഴുതിയ ഒരു വർക്കുണ്ട്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു സെക്ഷൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്. ആ നോവലിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ഒരു ഡോഗ് ബാർക്ക് ചെയ്യുന്നത് കേൾക്കുന്നു. ആൻഡ് ഹി ഇമാജിൻസ് ദാറ്റ് ഈ ഒരു ബാർക്കിംഗ് ഡോഗ് ശരിക്കും പറഞ്ഞ ബാർക്ക് ചെയ്യുന്നതിലൂടെ എന്തിനെയോ എതിരെയോ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡോഗിന്റെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സ് ഈ ഒരു ഡോഗിന്റെ കരച്ചിൽ കേൾക്കണം എന്നുള്ളൊരു പ്രൊട്ടസ്റ്റോട് കൂടിയാണ് ഈ ഡോഗ് കരയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ബാർക്കിംഗ് വളരെ വൈൽഡായിട്ട് തോന്നുന്നത്. അതായത് ഡോഗ് എന്തിനോ എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. റഷ്ടി പറയുവാണ്, റൈറ്റർ എന്ന് പറയുന്നത് is using the dog only as a metaphor. ഹ്യൂമൻ ഇൻഡിവിജ്വൽസും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ ഡിസയർ എന്തായിരിക്കണം, ഡോഗിന്റെ കണക്ക് ബ്രോഡർ യൂണിവേഴ്സ് കേൾക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ ഇടയിലും റീച്ച് ആവുന്ന രീതിയിൽ വേണം എഴുതാൻ. അങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററും ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതാൻ. ഓക്കെ. ദെൻ പേജ് നമ്പർ 227 ഫസ്റ്റ്, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ്, തേർഡ് ക്വസ്റ്റിനും ഫോർത്ത് ക്വസ്റ്റിനും ഫിഫ്ത്ത് ക്വസ്റ്റിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 228 അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇമാജിനറി ഹോംലാൻഡ് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് കോസ്മോപൊളിറ്റനിസം? പേജ് നമ്പർ 228 സെക്കൻഡ് ക്വസ്റ്റൻ. കോസ്മോപൊളിറ്റനിസം എന്ന് വെച്ചാൽ ഒരു ഐഡിയോളജിയാണ്. അതായത് ഹ്യൂമൻ ബീങ്സ് എല്ലാം ഒരു കോസ്മോസിന്റെ അല്ലെങ്കിൽ ഒരു വേൾഡിന്റെ കീഴിലുള്ളതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഒരു കാസ്റ്റ്, സെക്സ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ, കൺട്രി ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവരും ഈക്വൽ സിറ്റിസൺസ് ആണ്. നമ്മളെല്ലാം ഒരു ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആളുകളാണ്. ഈ ഒരു കാര്യമാണ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ഒരു എസ്സേക്കകത്ത് പറഞ്ഞു പോകും. നമുക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കാണും, നാഷണാലിറ്റി ഒക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷേ ആസ് എ മൈഗ്രന്റ് റൈറ്റർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എവിടെയെങ്കിലും ഒരു കൾച്ചറൽ സ്പേസിൽ നമ്മൾ ഒക്കുപ്പൈ ചെയ്തിട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുക. പിന്നെ പറയുന്നത്, നമ്മൾ ഫാന്റസിയും റിയാലിറ്റിയും കൂടി കൂട്ടിക്കലർത്തി വേണം ലിറ്ററേച്ചർ എഴുതാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ലിറ്ററേച്ചറിന്റെ റിയാലിറ്റി. അതായത് നമ്മളൊരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റിൽ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഫാന്റസിയും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും റിയാലിറ്റിയും എല്ലാം മിക്സ് ചെയ്ത് വേണം നമ്മൾ എഴുതേണ്ടത്. ഈ ഒരു എസ്സേയുടെ ലാംഗ്വേജും സ്റ്റൈലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹൈലി എക്സ്പെരിമെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്യൂഷൻസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ തന്നെ ഇമാജിനറി ഹോംലാൻഡ്സ് എന്നാണ്. സോ അത് പിന്നെ ഒരുപാട് ലോജിക്കൽ ആർഗ്യുമെന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനകത്ത്. ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ? അതായത് ഒരു ബ്രോക്കൺ മിറർ പോലെയാണ് നമ്മുടെ ഹോംലാൻഡിനെ കുറിച്ച് നമ്മൾ എഴുതുന്നത്, അല്ലേ? നമ്മൾ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു വ്യൂ കിട്ടത്തില്ല. സോ ആ കുറേ ഫ്രാഗ്മെന്റ്സ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോകും, കുറേ ഫ്രാഗ്മെന്റ്സ് നമുക്ക് കിട്ടും. സോ ഇതിന്റെ ഒരു ഫ്രാഗ്മെന്റഡ് മെമ്മറിയുടെ രൂപത്തിലാണ് നമ്മളിതെല്ലാം എഴുതുന്നത്. ദെൻ പോസ്റ്റ് കൊളോണിയലിസം എങ്ങനെയാണ് ഈ ഒരു എസ്സേക്കകത്ത് റിഫ്ലക്റ്റഡ് ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 229 സൽമാൻ റുഷ്ദി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൊളോണിയൽ റൈറ്ററാണ്, ഡയസ്പോറിക് റൈറ്ററാണ്. അതായത് ഡയസ്പോറിക് റൈറ്റർ എന്ന് വെച്ചാൽ നമ്മളൊരു ഫീലിംഗ് നൊസ്റ്റാൾജിയ ഫോർ അവർ ഹോംലാൻഡ്, ആൻഡ് ദെൻ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ഹോംലാൻഡിലെ മെമ്മറീസിനെ കുറിച്ച് എഴുതുന്നു. നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും. പിന്നെ കൊളോണിയൽ ലെഗസിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ അവർക്ക് കുറച്ച് ഡൗട്ട്സും ആംബിഗ്വിറ്റിയൊക്കെ ഫീൽ ചെയ്യും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ലാംഗ്വേജ് യൂസ്ഡ് ബൈ റഷ്ദി ഇൻ ഹിസ് ഫിക്ഷണൽ വർക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ഇംഗ്ലീഷോ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷോ ഒന്നുമല്ല. അദ്ദേഹം ലോക്കൽ കോയിനേജസും ലോക്കൽ വേർഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോലെയാണ് എഴുതുന്നത്, ഇന്ത്യൻ പ്ലസ് വെസ്റ്റേൺ ഇംഗ്ലീഷ് പോലെയാണ് എഴുതുന്നത്. നമ്മുടെ ലോക്കൽ വേർഡ്സും യൂസ് ചെയ്യും, പല പുതിയ വേർഡ്സുകളും അദ്ദേഹം യൂസ് ചെയ്യും. അദ്ദേഹത്തിന്റെ ഒരു വേർഡാണ് ചട്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചട്നിഫിക്കേഷൻ അത് നമ്മുടെ ചട്നി പ്ലസ് എന്താ പറയുക, ഒരു ഫിക്കേഷൻ, ആ ഒരു വെസ്റ്റേൺ വേർഡും കൂടി ചേർത്ത് ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. സോ അങ്ങനെയുള്ള വേർഡ്സ്, അതായത് അങ്ങനെയുള്ള ലോക്കൽ വേർഡ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് വെസ്റ്റേൺ വേർഡ്സ്, ഇംഗ്ലീഷ് വേർഡ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള പുതിയ കോയിനേജസും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ പേജ് നമ്പർ 230 വലിയ എസ്സേ ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അത് തന്നെ വീണ്ടും പറഞ്ഞു പോകുന്നത് കേട്ടോ.